ഹായ്, കേൾക്കാവോ എല്ലാവർക്കും? യെസ്. ഓക്കെ. കേൾക്കാം മിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ, സീയിങ് ടീച്ചറിൻ്റെ ഫസ്റ്റ് സിലബസ് വരുന്നത് ബേസിക് ഓപ്പറേഷൻസ് ആണ്. ബേസിക് ഓപ്പറേഷൻസിൽ 35 മാർക്കാണ്. 35 മാർക്കിൻ്റെ വലിയൊരു പാർട്ടാണ് ഫസ്റ്റ് വരുന്നത്. ഈ ബേസിക് ഓപ്പറേഷൻസിൽ ഫസ്റ്റ് വരുന്നത് വാരിയസ് കൈൻഡ്സ് ഓഫ് ഹാൻഡ് സ്റ്റിച്ചസ്, വ്യത്യസ്ത തരം കൈത്തയ്യലുകളെ കുറിച്ചാണ് ആദ്യം വരുന്നത്. അപ്പം അതിൽ തന്നെ ഒരുപാട് എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ പഠിക്കാനുണ്ട്. 1000 ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 35 മാർക്കിൻ്റെ ഏരിയയിൽ തന്നെ നമുക്ക് എക്സാം വന്നത് മുന്നേ ചെയ്തതുണ്ടാവാം, ഇനി നിങ്ങൾക്ക് തരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വേരിയസ് കൈൻഡ്സ് ഓഫ് ഹാൻഡ് സ്റ്റിച്ചിൽ അതിൻ്റെ ടോപ്പിക്കാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്ഡേറ്റ് ചെയ്ത നോട്ടുകളാണ്. നിങ്ങൾ പഠിച്ചതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബേസിക് ഹാൻഡ് സ്റ്റിച്ചിൽ ഫസ്റ്റ് വരുന്നതാണ് അടിസ്ഥാന തുന്നലുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു. ഈ രണ്ടായി തരംതിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ തന്ന ബുക്കിൽ ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ടാവും. അടിസ്ഥാന തുന്നലുകളെ പ്രധാനമായും എത്രയായി തരംതിരിക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? മൂന്നായിട്ട് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? മൂന്നായിട്ട് തരംതിരിക്കും. നാലായിട്ട്. നാലല്ലേ? നാലായിട്ട്. നാലാ? നാലായിട്ട് അടിസ്ഥാന തുന്നലുകളെ പ്രധാനമായും നാലായി തരംതിരിച്ചിരിക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് അടിസ്ഥാന തുന്നലുകളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു എന്ന്. അതായത് അതിൽ 4 പറഞ്ഞിരിക്കുന്നത് വസ്ത്രങ്ങൾ തുന്നാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന തയ്യൽ, കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ച് എന്നാണ് പറയുക. അതായത് പ്രധാന തുന്നലുകൾ രണ്ടായി തരംതിരിക്കുക. ഒന്ന് കൺസ്ട്രക്റ്റീവ് ബേസിക് ഹാൻഡ് സ്റ്റിച്ചസ്, രണ്ടാമത്തത് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ്. അപ്പോൾ ഇത് കൂടെ അത് വസ്ത്രം തുന്നാൻ ഉപയോഗിക്കുന്ന തയ്യലും അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന തയ്യൽ, അതുകൂടാതെ മാർക്കിങ്ങിനായി ഉപയോഗിക്കുന്ന തയ്യൽ, അതുകൂടാതെ വേറൊന്നും കൂടി ഉണ്ട്, അടിസ്ഥാന തയ്യൽ. അങ്ങനെ എന്തോ 4 പേരാണ് വന്നിരിക്കുക. അത് നമുക്ക് FDGT പഠിച്ചവർക്ക് അറിയാമായിരിക്കും. FDGT ബുക്കുകളിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ സീയിങ് ടീച്ചർ ഹൈസ്കൂളിൽ 2024 എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ചോദ്യം വന്നതാണ്. അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് 2. അപ്പോൾ ഇത് ITI ബുക്കുകൾ, ITIയിൽ പഠിക്കാനുണ്ട് 2 എന്നും FDGTയിൽ 4 എന്നും പഠിക്കാനുണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷനായി. അപ്പം നമ്മൾ പല ബുക്കുകളും റെഫർ ചെയ്തിട്ട് നോട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈവ് വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ക്ലിയർ ചെയ്യാമെന്ന്. അപ്പം അതിൽ ഹാൻഡ് സ്റ്റിച്ചസ് വരുന്നത് കൺസ്ട്രക്റ്റീവ് ബേസിക് ഹാൻഡ് സ്റ്റിച്ചസും ഡെക്കറേറ്റീവ് സ്റ്റിച്ചസും, വസ്ത്രം തുന്നാൻ ഉപയോഗിക്കുന്നതും അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നതും. ഇതിനെ തന്നെ ഡിവൈഡ് ചെയ്ത് ഡീപ്പായിട്ട് ഇതിനെ വിശകലനം ചെയ്ത 2 കൂടെ കൂട്ടിയിട്ടാണ് 4 എന്ന് അതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഷോർട്ടായിട്ട് ഇതാണ് ആൻസർ. അപ്പം ഇനി തെറ്റിക്കരുത്. ആ ബുക്കിൽ 4 കണ്ടതുകൊണ്ട് ഒരിക്കലും ഇനി 4 എന്ന് മാർക്ക് ചെയ്യരുത്. അടിസ്ഥാന തുന്നലുകളെ പ്രധാനമായും 2 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഫസ്റ്റ് പറഞ്ഞു കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ച്, വസ്ത്രങ്ങൾ തുന്നാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. തുണികൾ കൂട്ടി യോജിപ്പിക്കാനും വസ്ത്രത്തിന്റെ ഘടന ഉണ്ടാക്കാനുമാണ് ഇത്തരം തുന്നലുകൾ ഉപയോഗിക്കുന്നത്. ഒരു വസ്ത്രം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവയെ വീണ്ടും 2ആയി തരംതിരിക്കുന്നു. ഈ കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചിനെ വീണ്ടും 2ആയി തരംതിരിക്കുന്നതാണ് ടെമ്പററി സ്റ്റിച്ചസും പെർമനന്റ് സ്റ്റിച്ചസും. ഓക്കെ. അപ്പോൾ ടെമ്പററി സ്റ്റിച്ചസ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ താഴെ കൈത്തയ്യൽ എന്നും ഉണ്ടാവും, കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ച് എന്നും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ അറിയാം, കൈത്തയ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം കൈത്തയ്യലിന് ആൻസർ കൊടുക്കും. അപ്പോൾ കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചസ് ആണ് ടെമ്പററി സ്റ്റിച്ച്. ക്വസ്റ്റ്യൻ പല രീതിയിൽ പല വ്യൂവിൽ നിന്ന് കാണുക. ഓക്കെ. അപ്പോൾ കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചിനെ പെർമനന്റ് സ്റ്റിച്ച് എന്നും ടെമ്പററി സ്റ്റിച്ച് എന്നും 2ആയി തരംതിരിക്കുന്നു. ഇനി ടെമ്പററി സ്റ്റിച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം.
സ്ഥിരമായിട്ടുള്ള സ്റ്റിച്ചുകൾ തയ്ക്കുന്നതിന് മുമ്പ് തുണിയെ അതിൻ്റെ യഥാസ്ഥാനത്ത് നിർത്തുന്ന തയ്യലാണ്. തുണികൾ തെന്നിപ്പോകാതിരിക്കാൻ താൽക്കാലികമായി തുന്നുന്ന വീട്, അതായത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അഴിച്ചു കളയാം. തുണിയെ താൽക്കാലികമായി ചേർത്ത് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ബാസ്റ്റിംഗ് സ്റ്റിച്ച് വലത്ത് നിന്ന് ഇടത്തോട്ട് തയ്ക്കുന്നു. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ചോദ്യങ്ങൾ: ടെമ്പററി സ്റ്റിച്ച് വലത്ത് നിന്ന് ഇടത്തോട്ട്, ഇടത്ത് നിന്ന് വലത്തോട്ട്, മുകളിൽ നിന്ന് താഴേക്ക്, ചരിവില്, അങ്ങനെ പല ഓപ്ഷനും വരാം. അപ്പം അതുകൊണ്ട് ബാസ്റ്റിംഗ് സ്റ്റിച്ച് വലത്ത് നിന്ന് ഇടത്തോട്ട് തയ്ക്കുന്നു. അതായത് ബാസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നതാണ് ടാക്കിംഗ്, ബാസ്റ്റിംഗ് ഇതൊക്കെ വരുന്നത് ടെമ്പററി സ്റ്റിച്ച്. തുന്നൽ പെട്ടെന്ന് കാണാനും പിന്നീട് എളുപ്പത്തിൽ നീക്കം ചെയ്യാനും വേണ്ടി തുണിയുടെ നിറത്തിൽ നിന്നും വ്യത്യസ്തമായ നിറമുള്ള നൂലാണ് ഉപയോഗിക്കുക. ഇതും നോട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ആയി. കൈത്തയ്യൽ 2 തരം പറഞ്ഞു. അതേപോലെ 2 തരത്തിൽ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡെക്കറേറ്റീവ്. ഇനി കൺസ്ട്രക്റ്റീവിനെ 2ആയി തരംതിരിക്കുന്നു. അതാണ് ടെമ്പററി, പെർമനൻറ്റും. അപ്പോൾ ഈ ടെമ്പററിയിൽ തന്നെ വലത്തു നിന്ന് ഇടത്തോട്ട് തയ്ക്കുന്നു, തുണിയെ തൽക്കാലം പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്നു. പിന്നെ തുണിയുടെ അതേ നിറമല്ല ഉപയോഗിക്കുന്നത്, വ്യത്യസ്ത നിറമുള്ള നൂലാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? അഴിച്ചു കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റിച്ചാണ് ചെയ്ത് കഴിയുമ്പോൾ, ഫിനിഷിങ് ചെയ്ത് കഴിയുമ്പോൾ ഈ തൽക്കാലമായി പിടിപ്പിച്ചത് നമ്മൾ അഴിച്ചു കളയും. അതിനാണ് വ്യത്യസ്ത നിറമുള്ള നൂല് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും പോയിന്റ്സുകൾ ഇതിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈവൺ ബാസ്റ്റിംഗ്. ഈവൺ ബാസ്റ്റിങ്ങിന് കട്ടി കൂടിയ നൂല് ഉപയോഗിക്കുന്നു. ഓരോ സ്റ്റിച്ചും ഒരേ നീളം ആയിരിക്കും. ഈവൺ നമ്പർ നമുക്കറിയാം. അപ്പോൾ ഈവൺ എന്ന് പറഞ്ഞാൽ ഒരേപോലെ വരുന്നതാണ്. സ്റ്റിച്ചുകൾ തമ്മിലുള്ള ദൂരം ഒരുപോലെ ആയിരിക്കും, ഏകദേശം 1/4 ഇഞ്ച്. മുകളിലും താഴെയും ഒരേ രീതിയിൽ കാണും. ഈവൺ ബാസ്റ്റിംഗ് ചെറിയ നീളത്തിലുള്ള സീമുകൾ, മടക്കുകൾ എന്നിവ തുന്നാൻ ഉപയോഗിക്കുന്നു. ഈവൺ ബാസ്റ്റിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സീമുകൾ, മടക്കുകൾ എന്നിവ തുന്നാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് അൺഈവൻ ബാസ്റ്റിംഗ്, അസമമായ ബാസ്റ്റിംഗ്. അൺഈവൻ സ്റ്റിച്ച് നമുക്കറിയാം. മറ്റത് ഈവൻ ആണെങ്കിൽ ഇത് അൺഈവൻ, മറ്റത് ഒരുപോലെ ആണെങ്കിൽ ഇത് വ്യത്യസ്തത. സാധാരണ ബാസ്റ്റിംഗ് സ്റ്റിച്ചിൽ നിന്നും വ്യത്യസ്തമായി ഇതിലെ തുന്നലുകൾ ഒരേ വലിപ്പത്തിലുള്ളവയായിരിക്കില്ല, ഒന്ന് ചെറുതും വലുതും ആയിരിക്കും. ഇതിൽ മുകൾ ഭാഗത്ത് കാണുന്ന നൂലിൻ്റെ നീളം കുറവും അടിഭാഗത്തെ വിടവ് കൂടുതലുമായാണ് വരുന്നത്. ഇത് എല്ലാ നോട്ട്സും, അതായത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ട്, അതിൽ ഇല്ലാത്തവയായിരിക്കാം ഇതിലുണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് തരും. അപ്പം ഇതും കൂടെ ആ പോയിന്റ്സിൻ്റെ കൂടെ എടുത്തു വെക്കണം. തുണികൾ തെന്നിമാറാതെ താൽക്കാലികമായി ചേർത്ത് പിടിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. വലിയ നീളത്തിലുള്ള സീമുകളും മടക്കുകളും തുന്നാൻ ഉപയോഗിക്കുന്നു. ഈവൺ ബാസ്റ്റിംഗ് സ്റ്റിച്ച് അപേക്ഷിച്ച് ഇതിന് ശക്തി കൂടുതൽ, അതായത് അൺഈവൺ ബാസ്റ്റിങ്ങിനാണ് ഈവൺ ബാസ്റ്റിങ്ങിനേക്കാളും ശക്തി കൂടുതൽ. നെക്സ്റ്റ് ഡയഗണൽ ബാസ്റ്റിംഗ് സ്റ്റിച്ച്. തുന്നലുകൾ ചരിഞ്ഞ രീതിയിലാണ് കാണപ്പെടുക. ഡയഗണൽ എന്ന പേര് പോലെ തന്നെ ഷേപ്പ് സൈഡായിട്ട് ചെരിഞ്ഞിട്ടാണുള്ള പല പാളികളായുള്ള തുണികൾ ഒന്നിച്ചു തെന്നാതെ ഉറപ്പിച്ചു നിർത്താൻ ഉപയോഗിക്കുന്നു. പല പാളികളായുള്ള തുണികൾ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പല പാളികളായുള്ള തുണികൾ ഒരുമിച്ച് നിർത്താൻ ഇത് ഉപയോഗിക്കുന്നു. വസ്ത്രത്തിൻ്റെ പുറത്ത് ക്രോസായി വരത്തക്കവണ്ണം ടാക്ക് ചെയ്യുന്നതിനെ ക്രോസ് ബാസ്റ്റിംഗ് എന്ന് പറയുന്നു. ഈ തയ്യൽ തയ്ച്ച് തുണി മുമ്പോട്ടോ പിറകോട്ടോ നീക്കാൻ പറ്റുകയില്ല. ഇതിന് കട്ടി കൂടിയ നൂൽ ഉപയോഗിക്കുന്നു. 2.5 സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ നീളത്തിൽ നൂൽ വരത്തക്കവണ്ണം നൂലോടിക്കണം. ഷർട്ട്, പാൻസ് മുതലായവയുടെ വേസ്റ്റ് ബാൻഡ് അതും നോട്ട് ചെയ്ത് വെക്കുക. ഷർട്ട്, പാൻസ് മുതലായവയുടെ വേസ്റ്റ് ബാൻഡ് തുന്നുന്നതിന് ഈ തയ്യൽ വളരെ പ്രയോജനപ്പെടുന്നു. ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ കീശകളുടെ വശങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ ഹോൾ തുന്നുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പിന്, അതായത് ബട്ടൺ ഹോൾ കൃത്യസ്ഥലത്ത് തന്നെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യാൻ, ലൈനിങ് തുണികളും ഇന്റർ ലൈനിങ്ങും പ്രധാന തുണിയുമായി ചേർത്ത് തുന്നാൻ, ഇതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ടൈലേഴ്സ് ടാക്ക്. ചോക്കുകൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയാൽ തുണിയുടെ ഒരു വശത്തു മാത്രമേ
ഒരു വശത്ത് മാത്രമേ പതികയുള്ളൂ. എന്നാൽ ടൈലേഴ്സ് സ്റ്റാക്ക് ഉപയോഗിക്കുമ്പോൾ തുണിയുടെ 2 പാളികളിലും ഒരേ സമയം കൃത്യമായി അടയാളം വരുത്താൻ സാധിക്കുന്നു. അതായത് ചോക്കുകൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയാൽ ഒരു വശത്ത് മാത്രമാണല്ലോ ഡിസൈൻ, അതായത് നമുക്ക് എന്താണോ വരയ്ക്കേണ്ടത് അത് വരികയുള്ളൂ. എന്നാൽ ടൈലേഴ്സ് സ്റ്റാക്ക് തുണിയുടെ 2 ഭാഗങ്ങളിലും ഒരേപോലെ ഡിസൈൻ വരാൻ വേണ്ടി, അതായത് മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. തുണിയുടെ മുകളിൽ അടയാളപ്പെടുത്തിയ പാറ്റേണുകൾ താഴത്തെ തുണിയിലേക്കും കൃത്യമായി അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ഈ തുന്നലിൽ നൂൽ വലിച്ചു മുറുക്കാറില്ല. പകരം തുണിക്ക് മുകളിൽ നൂൽ ലൂപ്പുകളായി, അതായത് വളയങ്ങൾ പോലെ കാണപ്പെടുന്നു. അപ്പോൾ ടൈലേഴ്സ് സ്റ്റാക്കിലെ സ്റ്റിച്ച് കാണപ്പെടുന്നത് ലൂപ്പായിട്ടാണ്. നോട്ട് ചെയ്യുക, അതും ഒരു പോയിന്റാണ്. ഇങ്ങനെ ഓരോന്നിലും വരുന്ന സമയത്തുള്ള പോയിന്റ്സുകൾ, അതായത് ഇതേപോലെ തുണിയിൽ അടയാളങ്ങൾ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെമ്പററി സ്റ്റിച്ചാണ് ടൈലേഴ്സ് സ്റ്റാക്ക്. അതൊരു പോയിന്റാണ്. അതേപോലെ സ്റ്റിച്ചുകൾ കാണപ്പെടുന്നത് ലൂപ്പായിട്ടാണ്. ഇങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. മാർക്കിംഗ് വീൽ ഉരുട്ടാൻ സാധിക്കാത്ത തുണികളിൽ തയ്യൽ തുമ്പുകൾ അടയാളപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു തയ്യലാണ് ഇത്. സൂചിയിൽ ഇരട്ട നൂൽ കോർത്ത് 2 സെന്റിമീറ്റർ നൂൽ വരത്തക്ക വേണം ലൂപ്പ് പോലെ പൊന്തിച്ച് നൂലോടിക്കണം. നമുക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട്. അടുത്തത് സ്ലിപ്പ് ബാസ്റ്റിംഗ്. തുണിയുടെ മുകളിൽ ചെറുതായി മാത്രം സ്റ്റിച്ച് കാണുന്ന വിധത്തിൽ തയ്ക്കുന്ന ബാസ്റ്റിംഗ് ആണ് സ്ലിപ്പ് ബാസ്റ്റിംഗ്. തുണിയുടെ മുകളിൽ ചെറുതായി മാത്രം സ്റ്റിച്ച് കാണുന്ന വിധത്തിൽ തയ്ക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചെക്ക്ഡ് സ്ട്രൈപ്പ്ഡ് ഫാബ്രിക്കിൽ ഡിസൈൻ മാച്ച് ചെയ്യാൻ. നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു സിക്സാഗ് ഡിസൈൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ മാച്ചിങ് ചെയ്യാൻ വേണ്ടി 2 ലൈൻസും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലിപ്പ് ബാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അതും നോട്ട് ചെയ്ത് വെക്കുക. ചെക്ക്ഡ് സ്ട്രൈപ്പ്ഡ് ഫാബ്രിക്കിൽ ഡിസൈൻ മാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെമ്പററി സ്റ്റിച്ച് ഏത്? സ്ലിപ്പ് ബാസ്റ്റിംഗ് ആണ്. മെഷീൻ സ്റ്റിച്ചിങ്ങിന് മുമ്പ് പീസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി, അതായത് മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ലൈൻസുകൾ കറക്റ്റ് ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലിപ്പ് ബാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. കേർവ്ഡ് ഭാഗങ്ങൾ ശരിയായി പിടിപ്പിക്കാനും ഫിറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ലിപ്പ് ബാസ്റ്റിംഗ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പെർമനന്റ് സ്റ്റിച്ച്. ഇപ്പം ടെമ്പററി സ്റ്റിച്ച് എല്ലാവർക്കും സ്പീഡ് കുറച്ച് പറയോ മാം? ഇച്ചിരി സ്പീഡ് കുറച്ച് പറയോ? ഇച്ചിരി സ്പീഡ് കുറച്ച് പറയോ? ഓക്കെ. ടെമ്പററി സ്റ്റിച്ച് ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. സ്ലിപ്പ് ബാസ്റ്റിംഗ് പറഞ്ഞു, ടൈലേഴ്സ് സ്റ്റാക്ക് പറഞ്ഞു, ഡയഗണൽ ബാസ്റ്റിംഗ് പറഞ്ഞു, അൺഈവൺ ബാസ്റ്റിംഗ് പറഞ്ഞു, ഈവൺ ബാസ്റ്റിംഗ് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് ടെമ്പററി സ്റ്റിച്ച് വരുന്നത്. ഓക്കെ, ഇതിൽ നിന്നുള്ള പോയിന്റ്സ് ഒക്കെ കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ. അപ്പൊ ഇത് തന്നെ നമുക്കൊരു 10-12ഓളം ക്വസ്റ്റ്യൻ അവിടെ വന്നു. ഈ ക്വസ്റ്റ്യൻസ് ടെമ്പററി സ്റ്റിച്ച് അല്ലേ കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ച് എന്ന് പറയുന്നത്? അതെ അതെ. എങ്ങനെയാ? ടെമ്പററി സ്റ്റിച്ചിനെ തന്നെ അല്ലേ കൺസ്ട്രക്റ്റീവ്? ടെമ്പററിയും പെർമനന്റും കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ച് ആണ്. ഓക്കെ.